വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെയും വലിയ വികാരം വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നതിനിടെ ഉണ്ടായിരുന്നു. ഇന്നലെ മലയാറ്റൂരിലും നമ്മളത് കണ്ടതാണ്. ഒരു ആനക്കുട്ടി കാട്ടാന സംഘം കൃഷിയിടങ്ങൾ നിരന്തരമായി ഇറങ്ങുന്നു, കൃഷി നശിപ്പിക്കുന്നു. അതിനിടയിൽ ഒരു കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണു. അവിടെയും വനം ഉദ്യോഗസ്ഥർക്ക് നേരെ ആളുകളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന വകുപ്പ് എന്ന നിലയിൽ വനം വകുപ്പിനെതിരെ തന്നെയാകും പ്രതിഷേധങ്ങൾ ഉണ്ടാവുക. അതിൻ്റെ തുടർച്ചയാണ് പുൽപ്പള്ളിയിലും കാണുന്നത്. രംഗം ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അരുൺ അമർനാഥ്, അരുൺ കേൾക്കാമെങ്കിൽ നിയന്ത്രണവിധേയമാണോ? നിയന്ത്രണവിധേയമായ ഒരു സാഹചര്യമില്ല നിലവിൽ. ഈ DCC MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇടപെട്ട ഒരു സമവായത്തിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ നാട്ടുകാർ ഒരു തരത്തിലും ജനകീയ കൂട്ടായ്മ ഒരു തരത്തിലും പിന്തിരിയുന്നില്ല എന്നുള്ള സാഹചര്യമാണ്. അതിനുശേഷമാണ് പുൽപ്പള്ളി ടൗണിലുള്ള ജീപ്പ് ആ ജീപ്പിന് വലിച്ചു കീറുന്ന സൈഡ് ഉൾപ്പെടെ വലിച്ചു കീറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ ബഹളമാണ്, വലിയ പ്രതിഷേധമാണ്. വനം വകുപ്പിന്റെ ജീപ്പിന് നേരെ ആക്രമണമുണ്ടായി. വനം ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്നതും ആ ദൃശ്യങ്ങളുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ വളരെ പണിപ്പെടുകയാണ് ആ രംഗമൊന്ന് ശാന്തമാക്കാൻ. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. പക്ഷേ സ്ഥിതി ശാന്തമല്ല. വലിയ പ്രതിഷേധമാണ് അവിടെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പുൽപ്പള്ളിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനം വകുപ്പ് വാച്ചർ VP പോളിന്റെ മൃതദേഹവുമായി കഴിഞ്ഞ ഒരു മണിക്കൂറിലധികമായി പുൽപ്പള്ളി ടൗണിൽ ജനങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. മൃതദേഹം റോഡിൽ വച്ച് നാട്ടുകാർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രതിഷേധമായിരുന്നു ടൗണിൽ അരങ്ങേറിയത്. ജില്ലാ ഭരണാധികാരികൾ ആരെങ്കിലും എത്തി ചർച്ച നടത്തി വന്യജീവി ആക്രമണം തടയാൻ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് തന്നാലേ മൃതദേഹവുമായി പോളിന്റെ വീട്ടിലേക്ക് പോകൂ എന്നതായിരുന്നു ആളുകളുടെ നിലപാട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത്. വയനാട്ടിൽ പുൽപ്പള്ളിയിൽ വനം വകുപ്പ് ജീപ്പിന് നേരെ ജനരോഷമുണ്ടായി. വനം ഉദ്യോഗസ്ഥരെ ചിലർ കയ്യേറ്റം ശ്രമിക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ഉന്തും തള്ളുമുണ്ടായി, കയ്യാങ്കളിയുണ്ടായി, ജീപ്പിന് കേടുപാട് വരുത്താനുള്ള ശ്രമമുണ്ടായി. വലിയ പ്രതിഷേധം അവിടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വനം വകുപ്പിനെതിരെ വലിയ രോഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ വനം വകുപ്പിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഒരാഴ്ചക്കിടയിൽ 2 പേരാണ് വയനാട്ടിൽ മാത്രം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അജീഷിന്റെ മരണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പോൾ കൂടി, അതും വനം വകുപ്പിന്റെ വാച്ചറായിരുന്ന ഒരാൾക്കാണ് ജീവൻ നഷ്ടമായത് ഇന്നലെ. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ വലിയ ജനരോഷം വനം വകുപ്പിനെതിരെ ഉണ്ടാകും.
കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പ് വാച്ചർ വി പി പോളിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു ഏറെ നേരമായി. അതിനിടയിലാണ് വനംവകുപ്പ് ജീപ്പ് അവിടേക്ക് എത്തുകയും ജീപ്പിന് നേരെ നാട്ടുകാർ തിരിയുകയും ചെയ്ത് ജീപ്പിന്റെ കാറ്റഴിച്ചു വിട്ടു. ജീപ്പിന് നേരെ ആക്രമണത്തിന് ശ്രമമുണ്ടായി. വനമുദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസും ജനപ്രതിനിധികളും ഇടപെട്ട് വളരെ കഷ്ടപ്പെട്ട് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ ഇപ്പോഴും സ്ഥിതി നിയന്ത്രണ വിധേയമല്ല എന്ന് വേണം ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ. അരുൺ അമർനാഥാണ് സ്ഥലത്തു നിന്നുള്ള വിവരങ്ങളുമായി നമുക്കിപ്പോൾ ഉള്ളത്. അരുൺ, നാട്ടുകാരുമായി സംസാരിച്ചിട്ട് എന്തെങ്കിലും ഫലമുണ്ടാകുന്നുണ്ടോ? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ജീപ്പിന് ചുറ്റുമായ ഒരു സംരക്ഷണം സ്വീകരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ ജീപ്പിന് അരുൺ പറയുന്നത് വ്യക്തമാകുന്നില്ല. അവിടെ റേഞ്ചിന്റെ കുറവുണ്ട് എന്ന് തോന്നുന്നു. അല്പം കൂടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറാൻ കഴിഞ്ഞാൽ വളരെ നന്നാകും. അരുണിലേക്ക് വളരെ വേഗത്തിൽ തിരികെ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിഷേധം ഏറെ നേരമായി തുടരുകയാണ്. അതിനിടയിലാണ് കാര്യങ്ങൾ അല്പം കൈവിട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായത്. വനം ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ ആ ആൾക്കൂട്ടത്തിനിടയിൽ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. പോലീസ് ഉദ്യോഗസ്ഥർ ആ വാഹനത്തെ ചുറ്റി നിൽക്കുകയാണ്, വനം ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയാണ്. രാഹുൽ KV കൂടെയുണ്ട്. രാഹുൽ, ഏറെക്കുറെ ഒരു 1/2 കിലോമീറ്റർ അധികം ദൂരം ആളുകൾ ഇങ്ങനെ പ്രതിഷേധിക്കുകയാണ്. എന്താണ് നേരത്തെ അരുൺ റിപ്പോർട്ട് ചെയ്തത്? രാഹുലും ഈ ജീപ്പ് കിടക്കുന്ന ഭാഗത്തുണ്ടോ? എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നുണ്ടോ? ആളുകളുമായി സംസാരിച്ചിട്ട് ഫലം കാണുന്നുണ്ടോ? രതീഷ്, പ്രതിഷേധം തണുപ്പിക്കാൻ യാതൊരുവിധ സംസാരമോ ചർച്ചകളോ ഫലം ചെയ്യുന്നില്ല എന്നതാണ്. ഞാൻ ആ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയുണ്ട്. അതായത് പോലീസിന്റെ കൂടുതൽ പോലീസുകാരുണ്ട്, ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസുകാരുണ്ട്, ജനപ്രതിനിധികൾ MLA ഒക്കെ, ടി സിദ്ദിഖ് MLA ഒക്കെ വന്ന് ജനങ്ങളോട് ഈ വാഹനം നശിപ്പിക്കുന്നത് നിർത്തൂ എന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ ഒരു തരി പോലും പിന്നോട്ട് പോകാൻ തയ്യാറായില്ല എന്നതാണ്. അതായത് പോലീസിന് ഇടപെട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ പ്രതിഷേധം കടന്നിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഇൻസ്പെക്ടർക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം വന്നു. അതായത് ഈ പ്രതിഷേധിച്ച ആളുകളുടെ ഫോട്ടോകൾ, വീഡിയോ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കാൻ CI ശ്രമിച്ചു. അപ്പോൾ CIക്ക് നേരെയും കയ്യേറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലാത്തിയും പ്രതിഷേധക്കാർ പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസിനോ ജനപ്രതിനിധികൾക്കോ ഇടപെട്ട് വനം വകുപ്പിന് എതിരെ തുടരുന്ന പ്രതിഷേധം തണുപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സ്ഥിതി. ഈ പോളിന്റെ മരണം മാത്രമല്ല, പോളിന്റെ മൃതദേഹം വെച്ചുള്ള പ്രതിഷേധവും ഈ തൊട്ടടുത്ത് തന്നെയാണ് നടക്കുന്നത്. ആ സമയത്താണ് വനം വകുപ്പിന്റെ വാഹനം ഈ വഴി വനംവകുപ്പിന്റെ ജീപ്പിനുള്ളിൽ വനം ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്നതും ആ ദൃശ്യങ്ങളിടയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ജീപ്പിനുള്ളിൽ ഇപ്പോഴും ഈ വനം ഉദ്യോഗസ്ഥരുണ്ടോ, അതോ അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ കഴിഞ്ഞോ? തിരികെ വരുന്ന സമയത്താണ് ഇതിലുള്ള പ്രതിഷേധം ഉണ്ടായത്. ജനങ്ങൾ ഈ ഫോറസ്റ്റ് ജീപ്പിന്റെ റൂഫ് വലിച്ചു കീറി, സൈഡിലുള്ള ഷീറ്റ് വലിച്ചു കീറി, ഒപ്പം കാറ്റഴിച്ചുവിടാൻ ശ്രമം നടത്തി. വാഹനം പൂർണ്ണമായി തല്ലി തകർക്കാൻ തന്നെയുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത്. അതിനകത്ത് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, ഡ്രൈവറൊക്കെ ഉള്ള സമയത്താണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വനം വന്യജീവി വകുപ്പ് എന്നെഴുതിയൊരു റീത്ത് ഫോറസ്റ്റിന്റെ വണ്ടിക്ക് മുകളിൽ വെച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും ഒടുവിലായി നടന്നത്. വനം വന്യജീവി വകുപ്പ് എന്നെഴുതിയൊരു റീത്ത് കൂടി ഈ ഫോറസ്റ്റ് ജീപ്പിന്റെ മുകളിലേക്ക് വച്ചിരിക്കുന്നു. പ്രതിഷേധം ഇതേ രീതിയിൽ തന്നെ അണപൊട്ടുന്ന രീതിയിലുള്ള പ്രതിഷേധമാണ്, ആളിക്കത്തുന്ന പ്രതിഷേധമാണ്. അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ. റീത്ത് വച്ച് പ്രതിഷേധിക്കുകയാണ്. ജീപ്പിന്റെ ബോണറ്റിൽ മുൻ ഗ്ലാസിനോട് ചേർന്ന് റീത്ത് വച്ചിരിക്കുകയാണ്. വനം വകുപ്പിന് റീത്ത് വെച്ചുള്ള പ്രതിഷേധം. അത്രമേൽ വൈകാരികമായ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നതിന് തക്കതായ കാരണവുമുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 2 ജീവനുകളാണ് വയനാട്ടിൽ പൊലിഞ്ഞത്. ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ ജനരോഷം ഉണ്ടാകുന്നുണ്ട്. വനംവകുപ്പിന് നേരെയാണ് പ്രധാനമായും ഈ ജനരോഷം. അത് തണുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പോഴും ജനങ്ങൾ മുദ്രാവാക്യം മുഴക്കി പോളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളിയിൽ പ്രതിഷേധം തുടരുന്നു. അതിനിടയിലാണ് വനംവകുപ്പിന്റെ ജീപ്പിന് നേരെയും പ്രതിഷേധമുണ്ടായത്. രാഹുൽ, ഈ DVSP അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് എന്നാണല്ലോ രാഹുൽ റിപ്പോർട്ട് ചെയ്തത്. വൈദികരടക്കമുള്ള ആളുകളുണ്ടായിരുന്നു, MLA-മാരടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. നിയന്ത്രിക്കാൻ കൂടുതൽ ശ്രമം നടക്കുന്നുണ്ടോ, അതോ കൂടുതൽ ഇനി സാഹചര്യം കൈമോശം വരുന്ന തരത്തിലേക്ക് കൂടുതൽ പോലീസ് ഫോഴ്സിനെയൊക്കെ ഉപയോഗിക്കേണ്ടി വരുമോ? നിലവിൽ ഇവിടെയുള്ള സാഹചര്യം ഇവിടെയുള്ള പോലീസ് സംഘത്തിനോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കോ നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. അതാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്.
ഈ ഫോറസ്റ്റിന്റെ വാഹനം ജീപ്പ് നശിപ്പിക്കാനുള്ള പൂർണ്ണമായി തന്നെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത്. അപ്പോൾ അത് തടയാൻ പോലീസുകാർ ഈ ജീപ്പിന് ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട്. സിദ്ദീഖ് MLA ഉൾപ്പെടെ ആളുകൾ വന്ന് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അത്തരം ഈ ശ്രമങ്ങളിലൊന്നും പിന്തിരിയാനോ അല്ലെങ്കിൽ ഒരു അനുനയത്തിന് തയ്യാറാകാൻ പ്രതിഷേധക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഘട്ടമായി അവർ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, പുൽപ്പള്ളിയിൽ തന്നെ സമീപത്തായി 56-ലാണ് എന്നാണ് ജനങ്ങൾ പറഞ്ഞത്, അവിടെ ഒരു വളർത്തുമൃഗത്തെ കടുവ പിടികൂടിയിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കി ജഡവും കൂടി ഈ പുൽപ്പള്ളി ടൗണിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷേധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു രീതി കൂടുതൽ വഷളായി വരികയാണ് ചെയ്യുക. ഇപ്പോൾ ഏതായാലും ഈ ഫോറസ്റ്റ് ജീപ്പിന് ചുറ്റും പോലീസുകാരുണ്ട്, അതിന് ചുറ്റും ജനങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ജനത്തിന്റെ ബാക്കി കൂടി കൊണ്ടുവന്ന പുൽപ്പള്ളി ടൗണിൽ പ്രതിഷേധിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്പം സമയം മുൻപാണ് ഫോറസ്റ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് വന്നത്. DFO ഉൾപ്പെടെ അവിടെ വന്ന് ഈ വൈദികരുണ്ടായിരുന്ന ജനപ്രതിനിധികളോടൊക്കെ ചർച്ച നടത്തി ഈ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെ ഒരു അന്വേഷണം നടത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പഞ്ചായത്ത് കാര്യാലയത്തിൽ ചർച്ച വെച്ചിരുന്നത്. പക്ഷേ അതും പ്രതിഷേധത്തെ തുടർന്ന് പരാജയപ്പെട്ടു. വന്ന വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക്, DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ മടങ്ങേണ്ടതായി വന്നു. ഈ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം പോളിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുക. അത് 50 ലക്ഷം രൂപയാണ്. കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുക എന്നതിനപ്പുറം മേഖലയിലെ വന്യമൃഗശല്യം, അത് വയനാട് പുൽപ്പള്ളിയിൽ മാത്രമല്ല, മാനന്തവാടിയിൽ മാത്രമല്ല, വയനാട് ജില്ലയിലെ ഒട്ടുമിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരുപോലെയുള്ള സ്ഥിതി തുടരുന്നു. കടുവ, ആന, പോത്ത്, കാട്ടുപന്നി, കുരങ്ങൻ കൃഷി നശിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് മനുഷ്യരുടെ ജീവൻ ഇങ്ങനെ ആഴ്ചകൾ തോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം കാണുക എന്ന ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇതിലൊക്കെ അടിയന്തരമായ ഇടപെടൽ ഉറപ്പ് ലഭിക്കാതെ ഒരു തരിവനും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് കുറച്ച് പറയുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വനം വകുപ്പിന്റെ ജീപ്പിന്റെ ഓട്ടത്തിൽ വന്യജീവി വകുപ്പ് എന്നെഴുതിയ ഒരു റീത്ത് കൂടി നീക്കുന്നതാണ്. ഒപ്പം തന്നെ ഈ ജീപ്പിന്റെ റൂട്ടിലെ ഷീറ്റ് വലിച്ചുകീറിയ നിലയിലാണ്, സൈഡിലെ ഷീറ്റ് വലിച്ചുകീറിയ നിലയിലാണ്. വലിയ രീതിയിൽ പ്രതിഷേധം ആരംഭിക്കുകയാണ്. ഇപ്പോൾ പള്ളിയിൽ നിന്ന് ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡിലാണ് വനം വകുപ്പിന്റെ ജീപ്പ് തടഞ്ഞത്. ഇതിന് തൊട്ടടുത്ത് തന്നെയായി ബസ് സ്റ്റാൻഡിൽ പോളിന്റെ മൃതദേഹത്തിലുള്ള പ്രതിഷേധവും തുടരുകയാണ്. മൃതദേഹം ഇനി ഇവിടത്തെ സ്ഥിതിഗതികളൊക്കെ ശാന്തമാക്കി മൃതദേഹം പോളിന്റെ വീട്ടിനടുത്തേക്ക് പാക്കത്തേക്ക് കൊണ്ടുപോയാൽ അവിടെയും റോഡിൽ ആ മൃതദേഹം വെച്ച് പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്.